ഹമാസിന് അന്തിമ മുന്നറിയിപ്പ് നൽകി ബെഞ്ചമിൻ നെതന്യാഹു. ഹമാസ് ഉടൻ ആയുധങ്ങൾ താഴെ വയ്ക്കണം, അല്ലെങ്കിൽ കടുത്ത നടപടി നേരിടേണ്ടി വരുമെന്നും മുന്നറിയിപ്പ്. ഇസ്ലാമിക ഭീകരതയെ തിരിച്ചറിഞ്ഞ നേതാവാണ് ഡൊണാൾഡ് ട്രംപ് എന്നും ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. UN പൊതുസഭയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഒക്ടോബർ 7 ഇസ്രയേലിൽ ഹമാസ് നടത്തിയത് കൊടും ക്രൂരതയെന്ന് ബെഞ്ചമിൻ നെതന്യാഹു. ഇറാന്റെ ആണവായുധ ശേഖരവും ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള നടപടികളും ഇസ്രയേൽ കൈക്കൊള്ളുമെന്നും ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. I say to the representatives of those nations, this is not an indictment of Israel. It's an indictment of you. It's an indictment of weak-kneed leaders who appease evil rather than support a nation whose brave soldiers guard you from the barbarians at the gate. They're already penetrating your gate. ബന്ദികൾക്കുള്ള സന്ദേശവും ബെഞ്ചമിൻ നെതന്യാഹു വായിച്ചു. ധീരരായ ഇസ്രായേൽ പൗരന്മാരെ, നിങ്ങളെ നാട് മറന്നിട്ടില്ല. നിങ്ങളെ എല്ലാവരെയും വീട്ടിൽ തിരിച്ചെത്തിക്കുമെന്നും ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ബന്ദികളെ ഉടൻ മോചിപ്പിക്കണം, ആയുധം ഉടൻ താഴെ വയ്ക്കണമെന്ന മുന്നറിയിപ്പും അദ്ദേഹം ഹമാസിന് നൽകി. Our brave heroes. This is Prime Minister Netanyahu speaking to you live from the United Nations. We have not forgotten you, not even for a second. The people of Israel are with you. We will not falter and we will not rest until we bring all of you home. So to the remaining Hamas leaders and to the jailers of our hostages, I now say, lay down your arms. Let my people go. Free the hostages. All of them, the whole 48, free the hostages now. ഇസ്ലാമിക ഭീകരവാദം വെല്ലുവിളിയാണെങ്കിൽ അതിനെതിരായാണ് ഇസ്രയേലിന്റെ പോരാട്ടം. അമേരിക്കയും ഇസ്രയേലും സമാന വെല്ലുവിളി നേരിടുന്നു. ഹമാസ് ലോകത്തിന് ഭീഷണിയെന്നും ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ഇസ്രയേൽ ഗാസയിലെ ജനങ്ങളെ പട്ടിണിക്കിടുന്നു എന്നാണ് ആരോപണം. അടിസ്ഥാനരഹിതമാണ് ആ ആരോപണം. എന്നാൽ അവർക്ക് ആഹാരം നൽകുന്നത് ഇസ്രയേലാണെന്നും ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.